സ്ഥാപിച്ചു. നിങ്ങളോട് 2 വാക്ക് പറയാനായിട്ട് സ്കൂൾ PTA പ്രസിഡന്റ് അല്ലാതെ ഒരു അടയാളപ്പെടുത്തലെന്ന് പറയുന്നത് ഈ മീയണ്ണൂർ ജംഗ്ഷനിൽ ഒരു വലിയ കുടയായി ചൂട് നിന്ന ഈ ആൽമരമാണ്. ഈ ആൽമരത്തിൻ്റെ പ്രതീകമായിട്ടാണ് മീയണ്ണൂർ ജംഗ്ഷൻ അറിയപ്പെട്ടിരുന്നത്. നിർഭാഗ്യവശാൽ പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് നമ്മളെല്ലാവരും മരം വെച്ച് പിടിപ്പിക്കുവാനുള്ള തിരക്കിൽ, പ്രത്യേകിച്ച് കുട്ടികൾ, നമ്മുടെ ജൂൺ 5 എന്ന് പറയുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുവാൻ ഒരു മരം നടൂ എന്ന മുദ്രാവാക്യവുമായി നമ്മളെല്ലാവരും രംഗത്തിറങ്ങുന്നവരാണ്. ആ ഒരു ദിവസത്തിലാണ് ഒരു 150-ലധികം വർഷം പഴക്കമുള്ള ഒരു നാടിന് മുഴുവൻ തണലേകിയ ഒരു ആൽമരം, അത് എന്തിൻ്റെ പേരിലായാലും വെട്ടി നശിപ്പിക്കപ്പെട്ടത്. ഭാരതത്തിൻ്റെ പൗരാണികതയിൽ, നമ്മുടെ നാടിൻ്റെ വിശ്വാസ്യതയിൽ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഒരു ആൽമരം. അങ്ങനെയുള്ള ഒരു ആൽമരമാണ് ഒരു മുന്നൊരുക്കവുമില്ലാതെ നമുക്കിവിടെ നിന്നും നീക്കപ്പെട്ടു. പ്രകൃതിയെ സ്നേഹിക്കുന്നവർ ഒരു പുതിയ ആൽമരം നട്ടു. ഒരുപക്ഷെ ഈ ആൽമരത്തിൻ്റെ ഗുണഫലങ്ങൾ ഇതിൻ്റെ നല്ല ഒരു വലുതായി മുതിർന്ന പൗരന്മാരാകുമ്പോൾ ഇവർക്ക് ഇതിൻ്റെ തണൽ അനുഭവിക്കുവാനുള്ള, ഈ നാടിന് ഇതിൻ്റെ തണൽ അനുഭവിക്കുവാനുള്ള, ഇതിൻ്റെ ഗുണം അനുഭവിക്കുവാനുള്ള യോഗമുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ നട്ട ഈ ആൽമരത്തിൻ്റെ തൈ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊട്ര ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാതൃഭൂമി സീഡിൻ്റെ നേതൃത്വത്തിൽ ആ ആൽമരത്തിന് ഒരു ഇരുമ്പ് വേലി സംരക്ഷിച്ചുകൊണ്ട്, ആ ഇരുമ്പ് വേലിക്കുള്ളിൽ നിർത്തിക്കൊണ്ട് അത് വളർന്നു വലുതാകുവാനുള്ള ഒരു സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ കൊച്ചുകുട്ടികൾ ഇവിടെ നേതൃത്വം കൊടുക്കുന്നത്. അതിന് ഈ ആൽമരം വളരുവാൻ, മീയണ്ണൂരിന് ഒരു തണലാകുവാൻ, നമ്മുടെ നാടിൻ്റെ പ്രതീകമായി ഈ ആൽമരം നാളുകളിൽ അറിയപ്പെടുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്. മീയണ്ണൂരിനെ സംബന്ധിച്ച് മീയണ്ണൂരിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഈ ആൽമരം തന്നെയാണ്. സത്യം പറയാം, ഈ പ്രദേശവാസികളുടെ എനിക്ക് ഈ ജംഗ്ഷനിൽ ഞാൻ വരുമ്പോൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ മനസ്സിന് വളരെയേറെ വിഷമമാണ്. കാരണം ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഇതിന് ഓർമ്മയായിട്ട് നല്ല ഒരു ആൽമരം ഇവിടെ ഉള്ളതായിട്ടാണ് നമ്മുടെ മനസ്സിലാക്കുന്നത്. അത് പിന്നെ എന്തുകൊണ്ടോ ഏത് രീതിയിലാണ് അത് നഷ്ടം വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നമുക്കിനി ഈ ഒരു പ്രദേശത്ത് ഈ ജംഗ്ഷനിൽ വീണ്ടും ഒരു ഓണം തണലേകാൻ നമുക്കുണ്ടാകണം. എന്തായാലും എല്ലാവരും പ്രദേശവാസികൾ അത് കൈ നട്ടു കഴിഞ്ഞു ഈ ഒരു സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അപ്പം അത് വളർന്ന് നമ്മുടെ ഈ ജംഗ്ഷനിൽ നല്ല രീതിയിൽ ഐശ്വര്യമേകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം സ്കൂളും അതുപോലെ തന്നെ സ്കൂളിൻ്റെ മാതൃഭൂമി കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും.
ചേട്ടാ ചേട്ടാ ഒന്ന് ബാക്ക് വന്നു ചേട്ടാ ചേട്ടാ ഒന്ന് ബാക്ക് വന്നു ബാക്ക് കേരള ചേട്ടാ ഒന്ന് ബാക്ക് മാറണേ ബാക്കോട്ട് വരണേ ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു തൈ നടാം